ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. നവരാത്രി 1-ാം ദിനം ദേവിക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഒരു നൈവേദ്യമാണ് ഇന്ന് കാണിക്കുന്നത്. ഒരു ലഡ്ഡുവാണ്. വളരെ പോഷകപ്രദമായ ഒരു ലഡ്ഡുവാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് കുട്ടികളോട് പറയാം, ഇത് കഴിക്കണം. ഭഗവതിയുടെ നൈവേദ്യമാണ്. നല്ല ഓർമ്മശക്തി കിട്ടും, നല്ല ബലം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ലഡ്ഡു നമുക്ക് കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാം. നെയ്യ് ചേർത്തുണ്ടാക്കുന്ന ഒരു ലഡ്ഡുവാണ്. അതുകൊണ്ട് തന്നെ ദേവിക്ക് വളരെ പ്രിയമാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി 1-ാമത്തെ ദിവസം ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കണം. ആദ്യമായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഒരു പിടി ബദാം അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ചെറുതീയിൽ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിയരുത്, ഒന്ന് ചുമന്ന് വരണം. കുറച്ച് സമയം നമ്മളൊന്ന് വഴറ്റി വരുമ്പോഴേക്കും ഈ ബദാം ഒന്ന് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങും. അങ്ങനെ ചെറുതീയിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് മൊരിയിച്ചിട്ടെടുക്കാനായിട്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു ധാന്യങ്ങളും കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലഡുവിന് ഒരു കൊള്ളാത്ത ചുവയായിരിക്കും വരുന്നത്. ഇത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചുമന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കിടന്ന് വീണ്ടും ഒന്നും കൂടെ റോസ്റ്റ് ആകണം. അതായത് ബദാം ഒരു 1/4 ഭാഗം റോസ്റ്റ് ആകുമ്പോഴേക്കും അണ്ടിപ്പരിപ്പ് ചേർക്കാം. അണ്ടിപ്പരിപ്പിന് വലുതായിട്ട് സമയം വേണ്ട, പെട്ടെന്ന് തന്നെ അത് ഒന്ന് മൊരിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഫ്ലാക്സ് സീഡാണ് ചേർത്തിരിക്കുന്നത്. തീ നന്നായിട്ട് കുറയ്ക്കണം ഫ്ലാക്സ് സീഡ് ചേർക്കുമ്പോൾ. കാരണം പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ആ നെയ്മയമൊക്കെ ഉണ്ട്. വീണ്ടും നെയ്യ് ചേർക്കണമെന്നില്ല. കുറച്ച് നെയ്യ് അതിനകത്ത് കാണും. ഫ്ലാക്സ് സീഡ് ഇങ്ങനെ കടുക് പൊട്ടുന്നത് പോലെ പൊട്ടും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് അതും ഒന്ന് ചുമന്ന് വരണം. അങ്ങനെ ചുമന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും അതും നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ മാറ്റി വെച്ചിരുന്ന അതേ പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. ഇത് ഞാൻ തിരുമ്മി വെച്ചിരുന്ന തേങ്ങയാണ്. ഇത് ഇച്ചിരി വലുതായിട്ടാണ് ഞാൻ തിരുമ്മിയത്, തീരെ പൊടിയായിട്ടല്ല. ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു ഗ്രേറ്ററിൽ. നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മളിങ്ങനെ ഉരച്ചെടുക്കുന്ന ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് തേങ്ങാപ്പൂള് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കാരണം നമ്മൾ തിരുമ്മി എടുക്കുമ്പോൾ ചിലപ്പം നല്ല പൊടിയായിട്ട് വരും. അത്രയും പൊടിയാകണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അതല്ല നമ്മുടെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതും എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ട് മൊരിയിച്ച് വെച്ചു. അതിനുശേഷം വീണ്ടും ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് മുന്തിരിങ്ങ അതും ചേർത്ത് മൊരിയിച്ച് മാറ്റി വെച്ചു. തേങ്ങ ഞാൻ സെപ്പറേറ്റ് ആണ് മാറ്റി വെച്ചത്, മറ്റ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിലല്ല മാറ്റി വെച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം ഒന്നിച്ചു വെച്ചു. അതിനുശേഷം വീണ്ടും ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച്, ഇത് കുരു കളഞ്ഞു വെച്ചിരുന്ന ഈന്തപ്പഴമാണ്. ഈ ഈന്തപ്പഴം ചെറു തീയിലൊന്ന് സോട്ട് ചെയ്തെടുത്തു. ഈന്തപ്പഴം മൂക്കരുത്, മൂത്ത് പോയി കഴിഞ്ഞാൽ അതിന് വേറൊരു രുചി വരും. അതും ഒന്ന് സോട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. ഇനി ഇത്രയും സാധനങ്ങൾ, ഇത്രയും ധാന്യങ്ങൾ, അതായത് തേങ്ങ ഇല്ല, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം, ഫ്ലാക്സ് സീഡ്, നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ധാന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പിസ്ത ചേർക്കാം, അതുപോലെ പംകിൻ സീഡ് ചേർക്കാം, അതുപോലെ താമര വിത്തുണ്ടെങ്കിൽ അത് ചേർക്കാം. എന്ത് വേണേലും ഇതേപോലെ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തരുതരുപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ തേങ്ങ ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ ഈന്തപ്പഴവും ചേർത്തിട്ടില്ല. അതിനുശേഷം ആ മിക്സിയിലേക്ക് തന്നെ ഈന്തപ്പഴവും ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു. അതിനുശേഷം തേങ്ങയും ഈ പൊടിച്ചെടുത്ത ധാന്യങ്ങളും
ഈന്തപ്പഴവും എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് മിക്സ് ചെയ്യണം. ഒന്നിച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഈ കൂട്ട് അതേ മിക്സിയിലേക്ക് തന്നെ വീണ്ടും ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒരു സെക്കൻഡ് അടിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഇതേപോലെ യോജിച്ച് കിട്ടും. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇത് ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. വലുപ്പമൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ ചെറുതോ വലുതോ, എന്നാലും ഒരു മീഡിയം സൈസിൽ ഉരുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഉരുട്ടിയെടുത്ത ലഡു നമുക്ക് ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കാം. അതിനുശേഷം ഇത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ചിലപ്പോൾ ചില കുട്ടികൾ ചില ധാന്യങ്ങളൊന്നും കഴിക്കില്ല. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കും. ഇതിനകത്ത് നെയ്യ് ചേർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം കയ്യാൽ ഇത് ആദ്യത്തെ ദിവസം ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കാനും പറ്റും. 9 ദിവസവും നമുക്കിത് കഴിക്കാം. കാരണം നല്ല ബലം കിട്ടും നമ്മുടെ ശരീരത്തിന്. ഇതിനകത്ത് മധുരങ്ങളൊന്നും പ്രത്യേകിച്ച് ചേർന്നിട്ടില്ല. ഈന്തപ്പഴത്തിൻ്റെ മധുരമാണ്. ഇത് നല്ല ഒരു ഹെൽത്തി സ്നാക്കാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി നമുക്കെല്ലാവർക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്തായാലും ആദ്യത്തെ ദിവസം നവരാത്രി 1-ാമത്തെ ദിവസം ദേവി ശൈലപുത്രിക്ക് ഈ ലഡു ഉണ്ടാക്കി എല്ലാവരും നൈവേദ്യമായി സമർപ്പിക്കണം. എല്ലാവരുടെയും അഭിപ്രായം പറയുക. ഹരേ കൃഷ്ണ.